ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ മീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എടുത്തു ഇങ്ങനെ അത്യാവശ്യം എല്ലാവരെയും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കിട്ടി കേട്ടോ. അപ്പോഴത്തേക്കും എന്തെയും നമ്മുടെ ബാക്കി ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ വഴിയിൽ നിന്നായി ബാക്കി സംസാരമൊക്കെ. കുറേ നേരം ഞങ്ങൾ ആ റോഡ് സൈഡിൽ തന്നെ നിന്ന് വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോഴത്തേക്കും പതുക്കെ എല്ലാവർക്കും ഒന്ന് വിശപ്പായി തുടങ്ങി കേട്ടോ. എന്തെങ്കിലും ചായ കുടിക്കണം, വെള്ളം കുടിക്കണം എന്നും പറഞ്ഞ്. പിന്നെ സ്റ്റേഡിയം ആയതുകൊണ്ട് നമുക്ക് ഫുഡ് ഓപ്ഷൻസിന് എന്തായാലും ഒരു കുറവുമില്ല. അപ്പോൾ അടുത്ത് തന്നെയുള്ള ഒരു ടീ ഷോപ്പിലേക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് ചായയും അതേപോലെ ബ്രെഡ് പോക്കറ്റ്സും സമൂസയും അങ്ങനത്തെ സ്നാക്സൊക്കെ കഴിച്ച് തൽക്കാലം നമ്മുടെ വിശപ്പൊന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് അബി ആനും ഒക്കെ എത്തി. അങ്ങനെ അവരോടും സംസാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ CJ-തേട്ടന് മോളും കൂടെ വന്നിട്ടുണ്ട്. അവരെയും കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും വിശപ്പ് ഇത്തിരി കാര്യമായിട്ട് സ്ട്രോങ് ആയി. അപ്പോൾ എല്ലാവരുടെ അടുത്തും വണ്ടി സ്കൂട്ടിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഡബിൾസും ട്രിപ്പിൾസും ഒക്കെ അടിച്ച് നമ്മൾ MG റോഡിലെ ഈ ഹോട്ടൽ സോനയിലേക്കാട്ടോ എത്തിയത്. അപ്പോൾ ഓർഡർ കൊടുക്കുന്ന സീനാട്ടോ. ഓർഡർ കൊടുത്ത് ലാസ്റ്റ് പുള്ളീനെയും കൂടി നമ്മൾ കൺഫ്യൂഷനാക്കി. പക്ഷേ ഓർഡർ അങ്ങനെ പക്ക ഫൈനലൈസ് ആയി. പുള്ളിയും ഇങ്ങനെ കുറേ ആളുകളെ കാണുന്നതാണല്ലോ. അങ്ങനെ പല വെറൈറ്റി ഡിഷസ് വെജും നോൺ വെജും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഫുഡിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്ത ഈ ഒരു നെയ്പ്പന്തലിനാന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. ഇതും ബീഫ് സ്റ്റൂ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ഒരു ഫുഡൊന്നല്ല കേട്ടോ, എല്ലാത്തിൻ്റെ ഇച്ചിരി കഴിച്ചപ്പോഴത്തേക്ക് എന്താ വയറൊക്കെ അടിപൊളിയായിട്ട് നിറഞ്ഞു കേട്ടോ. അനങ്ങാൻ വയ്യ. പിന്നെ ഒരു ചായയും കൂടെ അതിൻ്റെ കൂടെ കുടിച്ചു. അങ്ങനെ അകത്തിരുന്ന് സംസാരിച്ച് തീരാത്തോണ്ട് ഞങ്ങളിത് റോഡിൽ നിന്ന് ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് ബൈ.